പറയുന്നതൊക്കെ ഗൗരവമായി ചിന്തിക്കണം, വളരെ ഗൗരവം. അകപ്പെടുക എന്നൊരു സംഗതി ഉണ്ട്, പക്ഷെ അത് രോഗമല്ല, അത് സിഹറല്ല, അത് കണ്ണേറല്ല, അത് കടമല്ല, അത് മക്കളെ കെട്ടിക്കാതിരിക്കലല്ല, കെട്ടിച്ച മക്കൾ പ്രയാസത്തിലകപ്പെടലല്ല, വിസ കിട്ടാതിരിക്കലല്ല, ഗൾഫ് പോയപ്പോൾ കുടുങ്ങിയതെന്ന് തോന്നിയതല്ല, അതൊന്നുമല്ല അകപ്പെടൽ. അകപ്പെടൽ എന്നൊരു സംഗതി ഉണ്ട്, അത് പിന്നെ പറയാം. ഉണ്ട്, അകപ്പെടൽ എന്നൊരു സംഗതി ഉണ്ട്, ശരിയാണ്. പക്ഷെ ഇതൊന്നും ഇത്യാദി നമുക്ക് വന്ന് ഭവിക്കുന്ന കാര്യങ്ങൾ. കച്ചവടം തുടങ്ങി പൊട്ടി, അത് അകപ്പെടലല്ല. ഞാൻ അകപ്പെട്ടു പോയല്ലോ, അങ്ങനെ പറയരുത്. ഇതൊന്നും അകപ്പെടൽ അല്ല. ഒരേ സാധനം രണ്ട് കടയിൽ, ആ കടയിൽ കച്ചവടം, ഈ കടയിൽ കച്ചവടമില്ല. എന്നാൽ ജനങ്ങൾക്ക് ഏറ്റവും നല്ലത് അടുത്തിട്ടും ഈ കടയിൽ വാങ്ങലാണ്. എന്നിട്ട് ജനങ്ങൾ ഇവിടുന്ന് വാങ്ങൂല, ജനങ്ങൾ അവിടുന്ന് അപ്പുറത്ത് നിന്നാ വാങ്ങുക. അതിൻ്റെ അപ്പുറത്താണ് അപ്പുറത്ത് കേബിളിന് കിടങ്ങ് കീറിയത്. എന്നിട്ടും ജനങ്ങൾ ചാടി കിടന്ന് അപ്പുറത്ത് പോയിട്ട് സാധനം വാങ്ങിയിട്ട് തിരിച്ച് സാധനം കൊണ്ട് ഇങ്ങോട്ട് ചാടും. ഇവിടെ കിടങ്ങില്ല, കുഴപ്പമില്ല, ഇവിടുന്നോട് വാങ്ങില്ല. അങ്ങനെയും വരും. അതിനും ചില കാരണങ്ങളുണ്ടാവും. അതിന് കാരണമില്ല എന്നില്ല, കാരണം ഉണ്ടാവും അതിന്. പക്ഷെ അതും അകപ്പെടലല്ല. അതൊരാൾ സിഹർ ചെയ്തതാണെങ്കിൽ അങ്ങനെ സംഭവിക്കും, സിഹർ ഉണ്ടാക്കാൻ അങ്ങനെ സംഭവിക്കും. സിഹർ എന്ന സംഗതിക്ക് അങ്ങനെയൊക്കെ ഫലമുണ്ടാവും. അള്ളാഹു സിഹറിനെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ തന്നെ നഷ്ടം നിനക്കല്ല, സിഹർ ചെയ്ത ആൾക്കാണ്. നിനക്കെന്താ നഷ്ടം? ഇനി അത് സിഹറല്ല, പടച്ച തമ്പുരാൻ്റെ ഖളാ ആണെന്ന് നോക്കുക. ആ ഖളാഇനെ തട്ട ഒരാൾക്ക് കഴിയില്ല. അപ്പം അവിടെ നീ പേടിക്കണ്ട, അത് ഖളാ ആണ്. എന്തിനാ നീ പേടിക്കണം? മകന് സുഖമില്ല, മകൾക്ക് സുഖമില്ല, എന്തൊക്കെ ചെയ്തു സോക്കൾ മാറിയില്ല, എന്തിനാ നീ പേടിക്കണത്? അത് അകപ്പെടലല്ല. കടം തീർന്നൊരു ദിവസം ആയുസ്സിൽ ഓർമ്മയില്ല, ആയിക്കോട്ടെ, അതും അകപ്പെടലല്ല. കടക്കാർക്ക് നീ റഹ്മത്ത് ചെയ്യണമെന്ന് മുസ്തഫ നബി ദുആ ചെയ്തിട്ടുണ്ട്. അപ്പം നീ റസൂലുള്ളാഹിന്റെ ദുആയിൽ ഉൾപ്പെട്ട ആളല്ലേ, നീ എന്തിനും പേടിക്കണം? ഇതൊന്നും അകപ്പെടലല്ല. വഇദ് ഇബ്തലാ ഇബ്രാഹീമ റബ്ബുഹു, ഇബ്രാഹീമിനെ അല്ലാഹു തആല പരീക്ഷിച്ചിട്ടുണ്ട്. അൽ ബഖറ. എന്തിനു പേടിക്കണം? അതൊന്നും അകപ്പെടലല്ല. അകപ്പെടൽ എന്നൊരു സംഗതി ഉണ്ട്, പിന്നെ പറയാം. ഉണ്ട്. ഇതൊന്നും അകപ്പെടലല്ല. ഇതൊക്കെ റബ്ബിൻ്റെ പരീക്ഷണങ്ങളാണ്. ആ പരീക്ഷണങ്ങളിൽ വലിയൊരു ശതമാനം അത് തോറ്റു, ഒരു ശതമാനം ആൾ ജയിക്കും. ആ ജയിച്ചാൽ അവർക്കാണ് അല്ലാഹു തആലാന്റെ പ്രതിഫലം. അത് ചിന്തിക്കണം. നിസ്കാരത്തിനല്ല, നിസ്കരിച്ചവർ വിജയിക്കും എങ്കിൽ ഒരുപാട് നിബന്ധനയാണ്. അതേസമയത്ത് അകപ്പെട്ട ഒരു പ്രയാസത്തിൽപ്പെട്ടപ്പോൾ ക്ഷമിച്ചവർ ജയിക്കും എന്ന കാര്യം ഉറപ്പാണ്. നിസ്കാരം കൊണ്ട് പറഞ്ഞപ്പോൾ പോലും അവിടെ സുബ്റിനെയല്ലേ മുന്തിച്ചത്? വസ്തഈനു ബിസ്സബ്രി വസ്സലാ, വസ്തഈനു ബിസ്സബ്രി വസ്സലാ, വസ്തഈനു ബിസ്സബ്രി വസ്സലാ, ബിസ്സലാത്തി വസ്സബ്രി എന്നല്ല. വസ്തഈനു, നിങ്ങൾ സഹായം തേടണം റബ്ബിനോട്, ബിസ്സബ്രി, ക്ഷമ കൊണ്ട്. അപ്പം നിങ്ങൾ ക്ഷമിക്കുന്നതിനനുസരിച്ച് സഹായം വരും. മനസ്സിലായി? നിങ്ങൾ സഹായം തേടണം. ഈ തേട്ടം സത്യത്തിൽ തേട്ടമല്ല, നിങ്ങളുടെ ഒരു ഹാലാണ് സത്യത്തിൽ അവിടെ തേട്ടം. നിങ്ങൾ ദുആ ചെയ്ത് അള്ളാഹിനെ സഹായം തേടണമെന്ന ആയത്തല്ല ഇത്. വസ്തഈനു, നിങ്ങൾ അള്ളാഹിനെ സഹായം ചോദിക്കണം അഥവാ തേടണം. ബിസ്സബ്രി, ക്ഷമ കൊണ്ട്. നിങ്ങൾ ക്ഷമ ഒരു സഹായത്തിൻ്റെ, ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടി അത് ക്ഷമിക്കുകയാണ്. ആ ക്ഷമക്ക് ഇനി അവിടെ പ്രാർത്ഥനയുടെ ആവശ്യം ഉണ്ടാവില്ല. വസ്തഈനു, നിങ്ങൾ റബ്ബിൻ്റെ സഹായം തേടണം. ബിസ്സബ്രി, ക്ഷമ കൊണ്ട്. വസ്സല, രണ്ടാം പാർട്ടാണ്. ഒന്നാം പാർട്ട് എന്താ? ക്ഷമയാണ്. നിസ്കാരമാവണമെങ്കിൽ ഭയങ്കര അമലുകളും പല ശുറൂത്തുകളും അതിനുണ്ട്, പല ഷർത്തുകളും അതിനുണ്ട്. നിസ്കാരമാവണമെങ്കിൽ ക്ഷമക്കൊന്നുമില്ല. ക്ഷമയായാൽ മതിയാവും. ക്ഷമയായാൽ മതിയാവും. മനസ്സിലാവുണ്ട് പറഞ്ഞത്. വളരെ വളരെ ഗൗരവം ചിന്തിക്കണം, നല്ല തല കൊടുത്തിട്ട് ചിന്തിക്കണം.
എന്താണ് ഈ പറയുന്ന കാര്യങ്ങൾ എന്ന് ചിന്തിക്കണം, മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? വസ്തഈനു ബിസ്സബ്രി വസ്സലാ. നിസ്കാരത്തിന് അവിടെ സെക്കൻഡ് പാർട്ടാണ്. വസ്തഈനു, നിങ്ങൾ സഹായം തേടണം, ബിസ്സബ്രി, ക്ഷമ കൊണ്ട്. അപ്പം അവിടെ പ്രാർത്ഥനയ്ക്ക് പോലും ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പറയേ നിങ്ങൾ മനസ്സിലായില്ല? നിങ്ങളുടെ ക്ഷമ ഒരു ഹാലാണ്, ക്ഷമ ഒരു വാക്കല്ല. ഞാൻ ക്ഷമിക്കാം എന്നതല്ല ക്ഷമ. ഞാൻ ക്ഷമിക്കാം എന്നതല്ല ക്ഷമ. ഞാൻ ക്ഷമിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതുമല്ല ക്ഷമ. ക്ഷമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും കുത്തി പറയും. ഞാൻ ക്ഷമിച്ചിട്ടുണ്ട് പറഞ്ഞാൽ പിന്നെയും കുത്തും. ഏട്ടത്തി അനുജത്തിയെ കുത്തും, മൂത്തച്ചി ഇളച്ചിയെ കുത്തും, ഇളച്ചി മൂത്തച്ഛൻ ഇങ്ങോട്ട് കുത്താം, അമ്മായിമ്മ മരുമോളെ കുത്തി പറയും, നാത്തൂനെ കുത്തി പറയും. അതിൻ്റെ ഇടയിൽ ഓരോ ലഫ്ളിലും കഴിഞ്ഞാലും എന്ത് പറയും? അതൊക്കെ ഞാൻ ക്ഷമിച്ചിട്ട് പറയും, പിന്നെയും കുത്തും. അപ്പം ക്ഷമ എന്ന് പറഞ്ഞാൽ ഒരു വാക്കല്ല. അപ്പം ക്ഷമ എന്നത് ഒരു ഹാലാണ്, ഒരവസ്ഥയാണ്. എന്താണ് അവസ്ഥ? അരിളാ ബിഖദ്രില്ല, എൻ്റെ ഖദറാണിത്, അള്ളാഹു എനിക്ക് വിധിച്ച വിധിയാണ്. ഞാൻ എൻ്റെ പാർട്ട് കൃത്യാക്കിയിട്ടുണ്ട്, ഞാൻ എൻ്റെ പാർട്ട് വൃത്തിയാക്കി. ഇനി റബ്ബിനൊരു ഖളാ ഉണ്ടാവും. വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് നീ എന്ത് ചെയ്തു? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് ചൊല്ലി. അത് നിൻ്റെ പാർട്ടാണ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇത് മനസ്സറിഞ്ഞ് പറയുക, നിൻ്റെ പാർട്ടാണ്. അതുകൊണ്ട് വിമാനം വീഴാതിരിക്കൂല. അത് റബ്ബിൻ്റെ ഖളാ ആണ്. നീ ഇതൊക്കെ ചെല്ലിട്ടാണ് വിമാനത്തെ കയറിയേ, എന്നാലും വിമാനം വീഴുമല്ലോ, വീഴാം. മനസ്സിലായില്ല? വിമാനം വീഴലും വീഴാതിരിക്കാൻ അങ്ങനത്തെ കണക്കേ ഇല്ല. മുഴുവനും മോമിനിയങ്ങളായ സ്വാലിഹ്യങ്ങൾ സഞ്ചരിച്ച വിമാനമായിരിക്കും, എന്നാലും വീഴാം. കള്ളുടിയന്മാർ മാത്രമായിരിക്കും വിമാനത്തിൽ, അവർ വീഴാതെയിരിക്കാം. നിങ്ങൾക്ക് പറഞ്ഞത് വളരെ ചിന്തിക്കണം. അതൊക്കെ അള്ളാഹുവിൻ്റെ ഹിക്മത്തുകളാണ്. ആ ഹിക്മത്തിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. ഒരു കോസ്റ്റൽ ഏരിയയിൽ താമസിച്ചവരൊക്കെ സ്വാലിഹ്യങ്ങളാണെങ്കിലും സുനാമി വരാം. അവർ തുണി അഴിച്ച് കിടക്കുന്ന തമ്മാടികളാണെങ്കിൽ സുനാമി വരാതെയും ഇരിക്കാം. അതൊന്നും നമ്മളെ മതത്തിൻ്റെ വിഷയമല്ല. നമ്മളെ മതം അത് വേറെ മതമാണ്. നമ്മളെ മതം ഖൈറാണെങ്കിലും ഷർറാണെങ്കിലും അത് ആരുടെ ഭാഗമാണ്? അള്ളാഹു. നമുക്ക് ഖൈറാണെങ്കിൽ നമ്മൾ അനുഭവിച്ച് ശുക്ർ ചെയ്യും, ഷർറാണെങ്കിൽ നമ്മൾ തൃപ്തിപ്പെട്ട് ക്ഷമിക്കും. ബസ്. നേട്ടം ദൈവത്തിൽ നിന്നും കോട്ടം പിശാചിൽ നിന്നും എന്ന് പറയുന്ന മതമുണ്ട്. അത് ഇസ്ലാം മതമല്ല. ഇസ്ലാം മതത്തിൽ ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് വലിയ വിഷയമാണ്. സത്യത്തിൽ മനസ്സിലായേ? ഡൂംസ്ഡേയുടെ വിഷയമല്ലേ സത്യത്തിൽ ഈമാൻ്റെ അവസാനത്തെ വാക്കാകേണ്ടത്. പക്ഷേ അത് അഞ്ചാമത്തെ വാക്കിയിട്ട് 6 പുറത്തേക്ക് തട്ടി. അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിരി വൽഖദ്രി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല. ഇവിടെ ഖദറിനെ കൊണ്ടിട്ട് 6ലേക്ക് തട്ടി. യൗമുൽ ഖിയാമയെ 5ആക്കി, ഖദറിനെ 6ആക്കി. സത്യത്തിൽ അവസാനത്തെ ദിവസത്തെ അല്ലേ അവസാനം പറയേണ്ടത്? നിങ്ങൾ ഇതിൻ്റെ കൂടെ ഇല്ല. പിന്നെ എന്തേ ഇവിടെ ഖദറിനെ 6ാമത്തെ ആക്കിയത്? ഇതിലെല്ലാം പ്രധാനം ഖദറാണ്. ഖദർ പോലെ പ്രധാനം ഇനി ഒന്നുമില്ല. എന്താണ് ഈ ഖദർ? അതിൻ്റെ വിധിയായിരിക്കും എന്ന് പറയലല്ല. നീ ചെയ്യേണ്ടത് നീ ചെയ്യുക, എന്നാലും നീ വിചാരിച്ചോളണം എന്ന് വന്നോളണം എന്നില്ല. കാരണം മുദബ്ബിർ നീയല്ല, നിൻ്റെ റബ്ബാണ്. നീ അവൻ്റെ കേവല ഒന്നുമല്ലാത്തൊരു ദാസൻ മാത്രമാണ്. നിങ്ങൾ ഇതിൻ്റെ കൂടെ വരണം. നീ വളരെ ദുആ ചെയ്താണ് വണ്ടി കയറി. നീ രാവിലെ ഫാത്തിഹ ഓതാതെ ചാവി എടുക്കൂല. ഒരു ഫാത്തിഹ ഓതാതെ ചാവി എടുക്കരുത്, ഒരു സൂറത്തുൽ ഖദർ ഓതാതെ ചാവി എടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞ എത്രയോ മരിയക്കൂടത്തിലുണ്ട്. എൻ്റെ അടുത്ത് വന്നവരോടൊക്കെ ഞാൻ പറയും, ഒരു ഖദർ സൂറത്ത് ഒരു ഫാത്തിഹ റസൂലുള്ളാഹിക്ക് ഓടിയിട്ട്, നമ്മൾ നേതാവ് മുസ്തഫ നബിയാണ്, നേതാവിനെ ഒരു അഭിവാദ്യം റസൂലുള്ളാഹിക്ക് നമ്മളെ വക്കുന്ന ഒരു ഹദിയ ഇലാ ഹദറത്തിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിഹ, ഒരു ഫാത്തിഹ റസൂലുള്ളാഹിക്ക് കൂടുക. പിന്നെ എന്ത് ചെയ്യുക? ഒരു ഖദർ സൂറത്ത് ഒരു പ്രത്യേകമായ സൂറത്താണ്. മനസ്സിലാവുകൊണ്ട് പറഞ്ഞത് വല്ലാത്തൊരു സൂറത്താണ്.
അപ്പോൾ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൽപ്പെട്ടൊരു ഗുണമാണ് എന്ത്? അപകടങ്ങൾ കുറയാന്നൊക്കെ അതിൻ്റെ ഗുണത്തിൽപ്പെട്ടതാണ്. ഇതൊക്കെ നീ ഓതി വണ്ടി എടുത്തു, അത് നിൻ്റെ പാർട്ടാണ്. അത് അള്ളാഹു ചെയ്ത് തന്നോളണം എന്നൊന്നും ഇല്ല, അതിനൊന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ നേരെ എതിരെ ചെയ്യാം. വണ്ടി എടുത്ത് പുറത്തുനിന്നിറങ്ങിയപ്പോൾ ടീം വണ്ടി മുട്ടി. അപ്പം നീ അവിടെ പിന്നെ നിനക്കൊരു പരീക്ഷ ഉണ്ട്. എന്ത്? ഈ ഫാത്തിഹയിലും ഖദറിലൊന്നും ഒരു കാര്യമില്ല. ഞാൻ ഇപ്പോൾ ഇന്ന് സുബഹി നിസ്കരിച്ച് പടച്ചോനെ റബ്ബേ എന്ന് പറഞ്ഞിട്ട് വണ്ടി പുതിയ വണ്ടിയാണ് എടുക്കുക. എന്ത്? ഇതിലൊന്നും ഒരു കാര്യമല്ല എന്ന് വെച്ചാൽ ലിബറലിസ്റ്റ് ആകുക, പിന്നെ നിരീശ്വരവാദിയാകുക. അള്ളാഹു കാക്കട്ടെ. അങ്ങനെ പറയുന്നവർ ഇഷ്ടം പോലെ ഉണ്ടാവും. മനസ്സിലാവേണ്ടി പറഞ്ഞത്, നേട്ടം കിട്ടുമ്പോൾ മാത്രം പടച്ചോൻ്റെ ആളാകുക, കോട്ടം വന്നാൽ പിന്നെ പടച്ചോൻ ഒഴിവാക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്.